ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മാർക്സിസ്റ്റ് വിമത കൂട്ടായ്മയിലേക്ക് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും പി അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും ടിഎംസി ജില്ലാ പ്രസിഡന്റ് പി സുന്ദരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻസിപിയിലെ ഗ്രൂപ്പ് പോരിൽ മനംനൊന്താണ് പി അൻവർ രൂപീകരിച്ച ടിഎംസിയിൽ ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്ന നയമായിരുന്നു അൻവർ സ്വീകരിച്ചത്. നിലപാട് നിരന്തരം മാറ്റുന്ന ആളുമായി സഹകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയത്. മനുഷ്യമുഖം നഷ്ടമായ സിപിഎമ്മിനെതിരെ സിപിഎം നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ്. ഇടതുപക്ഷം രാജ്യത്തുണ്ടാവണമെന്നും ശരിയായ ഇടതുപക്ഷം ഡിഎംഎഫ് ആണെന്നും വിശ്വാസമുണ്ട്. തരൂർ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തകരും ഡിഎംഎഫിനെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും സുന്ദരൻ പറഞ്ഞു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും എവിടെയും മത്സരിക്കാൻ പാടില്ല ഒക്കെ എടുത്ത് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു. മുഴുവൻ പ്രവർത്തകന്മാർക്കും പിന്നെ ഒന്നിനും കഴിയാതെ നിൽക്കേണ്ട അവസ്ഥ വന്നു. ഒരു പാവപ്പെട്ട പ്രവർത്തകനാവേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അതിൽ ഞങ്ങളെ അനുവദിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബേപ്പൂരിൽ മത്സരിക്കുകയാണെന്ന് പറഞ്ഞു. ശ്രീ പി അൻവർ അദ്ദേഹം ബേപ്പൂരിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. മാത്രമല്ല, അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ 2 കമ്മിറ്റി ഉണ്ടെന്നുള്ളത്. ഒരു CG ഉണ്ണി എന്ന് പറഞ്ഞ ആളുടെ ഒരു കമ്മിറ്റിയും പി അൻവർ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയും ഉണ്ടെന്നുള്ളത് അതുവരെ നമുക്ക് അറിയില്ലായിരുന്ന കാര്യം. അദ്ദേഹം തന്നെ ഇതിന്റെ അവസാനത്തെ ആളെന്ന് നമ്മൾ ധരിച്ചത്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ഈ മമതാ ബാനർജി അദ്ദേഹം ഇതുവരെ കണ്ടിട്ടും കൂടിയില്ല. അഭിഷേക് ബാനർജി എന്ന MP മുഖാന്തരമാണ് സംസാരിച്ചിട്ടുള്ളതെന്ന് കേട്ടത്. പക്ഷെ എന്തായാലും അൻവറിനെതിരെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ബേപ്പൂരിൽ പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹം വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞു, നമുക്ക് സംസ്ഥാന കമ്മിറ്റി, എന്നെ ജില്ലാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി കൂടി ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ട് യോജിച്ചു പോകാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം. അങ്ങനെ എറണാകുളത്ത് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി എല്ലാ ബന്ധങ്ങളും നമ്മൾ പിൻവലിക്കുകയാണ്. മാത്രമല്ല, ഈ കമ്മിറ്റി പിരിച്ചുവിട്ടതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി. അങ്ങനെ പുതിയ പാർട്ടി ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ നമ്മളിതുവരെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു തീരുമാനവും ഇല്ല. അദ്ദേഹം ഒന്നിപ്പോൾ രാവിലെ പറയും, അത് ഉച്ചയാകുമ്പോൾ മാറ്റി പറയും. ഉച്ചയ്ക്കൊന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് വേറെ പറയും. ഒരു കാര്യങ്ങളുടെ ഒരു വ്യക്തതയോ ഒരു തീരുമാനമോ ഒരു രാഷ്ട്രീയമായ ഒരു ദിശാബോധമോ ഇല്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷൈബ മുരളീദാസ്, സി ഷംസുദ്ദീൻ, സലീം ഗോപിനാഥൻ, രാജകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.